നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ എന്തെല്ലാം തരത്തിലുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ഉപയോഗിക്കേണ്ടത്? ഫേസ് വാഷ് ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, സൺസ്ക്രീൻസ് ഉണ്ട്, റെറ്റിനോയിഡ്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയിൽ ഫേസ് സിറത്തിന് എന്താണ് റോൾ ഉള്ളത്? നിങ്ങൾ ഫേസ് സിറം വാങ്ങണോ വേണ്ടേ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഫേസ് സിറം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കാറ്റഗറിയിലുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോ ഫേസ് സിറത്തിനെ കുറിച്ചാണ്. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. നിങ്ങൾ സ്കിൻ കെയറിനെ കുറിച്ച് സീരിയസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പലതരത്തിലുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ടാവും. ഫേസ് വാഷും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ബേസിക് ആയിട്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. നിങ്ങൾ വീണ്ടും സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റെറ്റിനോയിഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. കഴിഞ്ഞ കുറച്ച് വർഷം കൊണ്ടാണ് ഫേസ് സിറം പോപ്പുലറായി വന്നിട്ടുള്ളത്, ഒരു പുതിയ കാറ്റഗറി സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആയിട്ട്. ഫേസ് സിറം മറ്റ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് പോലെ തന്നെ ടോപ്പിക്കൽ ആപ്ലിക്കേഷനാണ്, അതായത് സ്കിന്നിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്യുന്നത് ഫേസിൻ്റെ സ്കിൻ ആയതുകൊണ്ട് ഫേസിലാണ് ഈ സിറം അപ്ലൈ ചെയ്യേണ്ടത്. പല കമ്പനീസിൻ്റെ ഫേസ് സിറം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഫേസ് സിറമും അവൈലബിൾ ആണ്. ചിലതിൽ വൈറ്റമിൻ സി കൂടുതലുണ്ടാവും, ചിലതിൽ നിയാസിനമൈഡ് ഉണ്ടാവും, ചിലതിൽ ഗ്ലൂട്ടാത്തയോണും, ചിലതിൽ ഹൈലൂറോണിക് ആസിഡ്, ഇങ്ങനെ പലതരത്തിലുള്ള കോമ്പിനേഷൻസിൽ ഫേസ് സിറം നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാം. ഒരാളെ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് അവരുടെ ഫേസും ഫേസിൻ്റെ സ്കിന്നാണ് അധികം ആൾക്കാരും ശ്രദ്ധിക്കാറ്. അധികം ആൾക്കാരും ഫേസ് കവർ ചെയ്യാത്തതുകൊണ്ട് തന്നെ സണ്ണിൻ്റെ അൾട്രാ വയലറ്റ് റേഡിയേഷൻസും ഏജിങ് കാരണം പലതരത്തിലുള്ള ചേഞ്ചസ് ഫേസിലുള്ള സ്കിന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് അധികം ആൾക്കാർക്കും സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. ഫേസിൻ്റെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ കൂടുന്നു, ഫേസിൻ്റെ സ്കിന്നിൻ്റെ കളർ കുറച്ചും കൂടി ഡാർക്ക് ആവുന്നു, ഫൈൻ ആയിട്ടുള്ള റിങ്കിൾസ് വരുന്നു, ലൈനുകൾ വരുന്നു, റാഷസ് വരുന്നു. ഇങ്ങനത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസിലാണ് അധികം ആൾക്കാർക്ക് ഉണ്ടാവുന്നതും. ഇത് കറക്റ്റ് ചെയ്യാൻ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാറുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ് ഫേസ് സിറം പോലത്തെ പ്രൊഡക്ട്സ് പോപ്പുലർ ആവുന്നത്. കാരണം ഒരു ഫേസ് സിറം എന്ന് പറയുന്ന പ്രിപ്പറേഷനിൽ പലതരത്തിലുള്ള ബയോമോളിക്യൂൾസും കോമ്പൗണ്ട്സും അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഫേസിൻ്റെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഡാമേജിൽ നിന്നും ഏജിങ്ങിൽ നിന്നും റിങ്കിൾസ് കുറയ്ക്കാനും റഫ്നെസ് കുറയ്ക്കാൻ, ഡ്രൈനെസ് മെച്ചപ്പെടുത്താൻ, സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മികച്ചതാക്കാൻ പല രീതിയിലാണ് ഫേസ് സിറം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിന് പല ലെയേഴ്സ് ഉണ്ട്. സ്ട്രേറ്റം കോർണിയം സ്കിന്നിൻ്റെ ഒരു ലെയറാണ്. സ്ട്രേറ്റം കോർണിയത്തിന് ഒരു ബാരിയർ പോലത്തെ ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഒരു ഗേറ്റ് പോലെയാണ് സ്ട്രേറ്റം കോർണിയം എന്ന് പറയുന്ന സ്കിന്നിൻ്റെ ലെയർ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ലെയറിനെ കൂടുതൽ ഫങ്ഷണൽ ആക്കാനും ഫേസ് സിറം പോലത്തെ പ്രിപ്പറേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫേസ് സിറം കൃത്യമായിട്ടും സയൻറ്റിഫിക്കലി വർക്ക് ചെയ്യുന്നത് തന്നെയാണോ, ഇതിന് കൃത്യമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പല സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്റ്റഡീനെ കുറിച്ച് പറയാം. ഈ സ്റ്റഡിയിൽ സ്ത്രീകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇവരെ പല ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് സിറം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഇവരടുത്ത് ഫേസ് വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെൻറ്റിൽ ഫേസ് വാഷ് ആയിരുന്നു റെക്കമെൻഡ് ചെയ്തത്. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഫേസ് സിറം അപ്ലൈ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തത്. ഫേസ് സിറം അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല ഗ്രൂപ്പായിട്ടാണ് ഇവരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റഡി നടത്തിയത് 12 ആഴ്ച സമയത്തേക്കായിരുന്നു. സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഫിറ്റ്സ്പാട്രിക് ക്ലാസിഫിക്കേഷൻ 1 മുതൽ 4 വരെയായിരുന്നു സ്കോർ ഉണ്ടായിരുന്നത്. ഫിറ്റ്സ്പാട്രിക് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് അറിയാൻ ഇതിനു മുമ്പേ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടണിന് താഴെയും കാണാം. സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും മൈൽഡ് മുതൽ അഡ്വാൻസ്ഡ് സ്കിന്നിൽ ഉണ്ടാകുന്ന ഫോട്ടോ ഡാമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 3 പ്രാവശ്യമാണ് ഇവരെ ഫോളോ അപ്പ് ചെയ്തത്. 4ാമത്തെ ആഴ്ചയിലും 8ാമത്തെ ആഴ്ച കഴിഞ്ഞ സമയത്തും സ്റ്റഡി തീരുന്ന, അതായത് 12ാമത്തെ ആഴ്ച കഴിയുന്ന സമയത്തും. ഓരോ പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നിലും ഫേഷ്യൽ സ്കിന്നിൻ്റെയും മാറ്റങ്ങളാണ് ശ്രദ്ധിച്ചത്. റിങ്കിൾസിൽ മാറ്റങ്ങളുണ്ടോ, ഫൈൻ ലൈൻസിൽ മാറ്റങ്ങളുണ്ടോ, അപ്പിയറൻസിൽ മാറ്റങ്ങളുണ്ടോ, ഇതൊക്കെ വിഷ്വലി മാത്രമല്ല ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ്സ് വഴി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കിന്നിൻ്റെ വിസ്കോ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്തത് ക്യൂട്ടോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടായിരുന്നു. ഇനി സ്റ്റഡീൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാം. 4ാമത്തെ ആഴ്ച ആയപ്പോൾ തന്നെ ഫേസ് സിറം ഉപയോഗിച്ചവർക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് സ്കിന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റഡി തീരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇവരുടെ ഓവറോൾ സ്കിന്നിൻ്റെ അപ്പിയറൻസ് 18% ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി റിങ്കിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 രീതിയിലുള്ള റിങ്കിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫൈൻ റിങ്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ലൈന് പോലത്തെ റിങ്കിൾസ് ആണ്. കോസ് റിങ്കിൾസ് കുറച്ചും കൂടിയും സിവിയർ ആയിട്ടുള്ള, എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള റിങ്കിൾസ് ആണ്. ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്തത് 27% ഉണ്ടായിരുന്നു. കോസ് റിങ്കിൾസ് ഇമ്പ്രൂവ് ചെയ്തത് 15% ഇതിൽ മാത്രമല്ല അൺഈവൺ പിഗ്മെൻറ്റേഷനിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. സ്കിന്നിൻ്റെ ഫേംനെസ്സിലും ഇലാസ്റ്റിസിറ്റിയിലും മെച്ചമുണ്ടായിരുന്നു. സ്കിന്നിൻ്റെ ടോണും സ്കിന്നിൻ്റെ റേഡിയൻസിലും ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റഡി കഴിഞ്ഞപ്പോഴത്തേക്കും സ്കിന്നിൻ്റെ റഫ്നെസ് കുറയുന്നതായിട്ടും സ്മൂത്ത്നെസ് കൂടുന്നതായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ മാത്രമല്ല ഓവറോൾ ഫേഷ്യൽ സ്കിന്നിൻ്റെ അപ്പിയറൻസ് കൂട്ടാൻ ഫേസിലുണ്ടായിരുന്ന ബ്രൗൺ ഡിസ്കളറേഷൻസ് കുറഞ്ഞായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പോർസിലുള്ള മാറ്റങ്ങളുണ്ടായിരുന്നു. ഡ്രൈനെസ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എറിത്തീമ എന്ന് പറയുന്നത് റെഡിഷ് ഡിസ്കളറേഷനാണ്. റെഡിഷ് റാഷ് പോലെ ഉണ്ടാകുന്നതാണ്. 71% എറിത്തീമ കുറയുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിനേക്കാളും സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു ഡ്രൈനെസ് കുറയുന്നത്.
94% ആണ് ഫേസ് സിറം ഉപയോഗിച്ചവർക്ക് ഡ്രൈനെസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റഡീൻ്റെ കൺക്ലൂഷനിൽ പറയുന്നത് ഫേസ് സിറം ഫേസ് വാഷിൻ്റെ കൂടിയും ഫേസ് മോയ്സ്ചറൈസറിൻ്റെ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ റിങ്കിൾസ് കുറയ്ക്കാനും ഓവറോൾ അപ്പിയറൻസ് വർദ്ധിപ്പിക്കാനും ഫൈൻ ലൈൻസ് കുറയ്ക്കാനൊക്കെ ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സ്റ്റഡീൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫേസ് സിറം മാത്രമല്ല ഉപയോഗിച്ചത്, ഫേസ് വാഷും മോയ്സ്ചറൈസറും ഒക്കെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഫേസ് വാഷ് ഉപയോഗിക്കുന്നതും മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതും സ്കിന്നിൻ്റെ അപ്പിയറൻസ് വർദ്ധിപ്പിക്കാൻ ഹെൽപ്ഫുൾ ആണെന്നുള്ളത് നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. ഫേസ് സിറം മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൻ്റെ എണ്ണം കുറവാണ്. അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് നടത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ച് അത്ര സീരിയസ് അല്ല. ഞാൻ അധിക ദിവസങ്ങളിലും ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട്, പുറത്തേക്ക് പോകുന്ന സമയത്ത് സൺസ്ക്രീൻസ് യൂസ് ചെയ്യാറുണ്ട്, മോയ്സ്ചറൈസർ പോലും ചില ദിവസങ്ങളിൽ മിസ്സാവാറുണ്ട്. ഇനി നിങ്ങൾ ഫേസ് സിറം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ടുള്ള ഓർഡറിൽ ഉപയോഗിക്കണം. ആദ്യം ഫേസ് വാഷ് ചെയ്യുക, ഒരു മൈൽഡ് ക്ലെൻസറോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിക്കുക. എന്നിട്ട് സ്കിന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് ഫേസ് സിറം അപ്ലൈ ചെയ്യേണ്ടത്. ഇതും അപ്ലൈ ചെയ്തതിന് ശേഷമാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ സൺസ്ക്രീനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ പല ലെയർ ആയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ മുമ്പേ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, നിങ്ങളുടെ റിവ്യൂ എന്താണ്, അതെല്ലാം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. സ്കിന്നിൽ ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് കുറയ്ക്കാനും സ്കിന്ന് യൂത്ത്ഫുൾ ആയിട്ട് നിലനിർത്താനും റെറ്റിനോയിഡ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. റെറ്റിനോയിഡ്സിനെ കുറിച്ച് കൂടുതലാണെങ്കിൽ ഈ വീഡിയോ കാണുക. ഞാൻ സ്കിൻ കെയറിനെ കുറിച്ച് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.